തിരുവനന്തപുരത്തെ കൗൺസിലറുടെ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ ബി.ജെ.പി. പ്രവർത്തകരുടെ ആക്രമണം. റിപ്പോർട്ടർ, മാതൃഭൂമി, 24 ന്യൂസ് മാധ്യമ സംഘങ്ങൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ആർ റോഷിപാൽ നമുക്കൊപ്പം. ആർ റോഷിപാൽ, എന്താണ് സംഭവിച്ചത്? സുജിയ, കൗൺസിലറുടെ മരണവുമായി ബന്ധപ്പെട്ട ഇവിടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടക്കുന്നുണ്ട്. പോലീസ് എത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് ഇവിടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായത്. അത് എല്ലാ ദൃശ്യമാധ്യമ പ്രവർത്തകർക്കും ഇതിൽ ഒന്നുകിൽ വീഡിയോ ജേർണലിസ്റ്റിന് അല്ലെങ്കിൽ റിപ്പോർട്ടർമാർക്ക് മർദ്ദനമേറ്റു. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇത് ദേശാഭിമാനിയുടെ ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോഗ്രാഫറുടെ ക്യാമറ തകർത്തു. നിലത്തെറിഞ്ഞ് തകർക്കുകയായിരുന്നു. കൊടുന്നനെയുണ്ടായ പ്രകോപനമാണ്. എന്താണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിന് കാരണമെന്ന് വ്യക്തമല്ല. ഏതായാലും ബി.ജെ.പിയുടെ കൗൺസിലറുടെ ഈ ഒരു ആത്മഹത്യക്ക് കാരണമായി ചൂണ്ടിക്കാട്ടുന്ന അദ്ദേഹത്തിൻ്റെ സൊസൈറ്റി, അദ്ദേഹം നേതൃത്വം നൽകുന്ന സൊസൈറ്റിയിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഏതായാലും നമുക്ക് എന്താണ്, നിങ്ങളെ ക്യാമറ തല്ലിപ്പൊളിക്കുകയായിരുന്നു? നമ്മളൊരു ചെറിയ സ്റ്റെപ്പിലാണ് നിൽക്കുന്നത്. അപ്പം രണ്ട് സൈഡിൽ നിന്നും ഇവർ ആക്രമിക്കുകയായിരുന്നു. അപ്പം ആ തിരക്കിനിടയ്ക്ക് തള്ളി താഴെ വീഴുകയാണ് ചെയ്യുന്നത്. ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ? തള്ളി വീഴ്ത്തിയായിരുന്നു. എന്താണ് അവർ പറഞ്ഞത്? ഇവർ റിപ്പോർട്ട് ചെയ്യുന്നതിനെ തടസ്സപ്പെടുത്തിയാണ് ഇവർ ബഹളം ഉണ്ടാക്കിയത്. എന്താ കാരണം എന്ന് അവർ ഈ ആത്മഹത്യയുടെ കാരണം എന്താണെന്ന് നാട്ടുകാർക്കറിയില്ല. അപ്പം ഈ ലെൻസ് പൊട്ടിയോ? അത് കേടുപറ്റിയോ? ലെൻസ് പൊട്ടുക, തള്ളി താഴെ വീണ സമയത്ത് പൊട്ടുകയായിരുന്നു. സുജിയ ഈ ദേശാഭിമാനിയുടെ ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹത്തിൻ്റെ ക്യാമറയുടെ ലെൻസ് തകർന്നിട്ടുണ്ട്. അങ്ങനെ പലർക്കും ന്യൂസ് 8യുടെ ക്യാമറാമാൻ മർദ്ദനമേറ്റു. മാതൃഭൂമി, അതേപോലെ തന്നെ റിപ്പോർട്ടറുടെ ക്യാമറാമാൻ വീഡിയോ ജേർണലിസ്റ്റ് നന്ദുവിന് പുറത്ത് ചവിട്ടേൽക്കുകയായിരുന്നു. നന്ദു ദൃശ്യങ്ങൾ പകർത്തുമ്പോഴാണ് നമ്മുടെ ഹരിമോഹൻ അവിടെ ഉണ്ടോ? ഹരിമോഹനാണ് നേരിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. ഹരിമോഹൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ ഈ കെട്ടിടത്തിന് മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓഫീസ് കെട്ടിടം, അതായത് ഈ കാണുന്ന കെട്ടിടത്തിന് മുകളിലെ ഓഫീസിനകത്തായിരുന്നു കൗൺസിലർ അനിൽകുമാർ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനാണ് മാധ്യമപ്രവർത്തകർക്ക് ഇവിടെ എത്തിച്ചേർന്നത്. അവിടെയൊന്നും ഈ ബി.ജെ.പി. പ്രവർത്തകർ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി മാധ്യമപ്രവർത്തകരെ മുഴുവൻ താഴേക്കിറക്കുകയായിരുന്നു. അങ്ങനെ വളരെ താഴേക്കിറങ്ങി പുറത്തേക്ക് പോകുന്നതിനിടയിലാണ് ഈ കൊടുന്നനെ സംഘർഷമുണ്ടായത്. ഒരു പ്രകോപനവുമില്ലാതെ മാധ്യമപ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു. അവിടെ ചുറ്റും നിന്നിരുന്ന ഈ ബി.ജെ.പി. പ്രവർത്തകരാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ആ ഘട്ടത്തിൽ ഹരിമോഹൻ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ പുറത്തേക്ക് വരുമ്പോൾ ആക്രോശിച്ചുകൊണ്ടായിരുന്നു ഈ ആക്രമണം നടക്കുന്നത്. അതിൽ കുറേ പേർക്ക് മർദ്ദനമേറ്റു. പലരും അവിടെ രക്ഷപ്പെട്ടു. പോലീസുണ്ടായിരുന്നു. പോലീസ് നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടക്കുന്നത്. പോലീസിനെ സാക്ഷി നിർത്തിക്കൊണ്ടുള്ള ആക്രമണമായിരുന്നു. പോലീസ് ഇതിനകത്ത് ഇടപെട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ക്യാമറകൾ ഉൾപ്പെടെ കേടുപാട് വരാനുണ്ടായ കാരണം. ബി.ജെ.പിയുമായി ഈ ആത്മഹത്യക്ക് ബന്ധമില്ല എന്ന് പറയണമെന്ന് ഇവിടെ എത്തിയത് മുതൽ തന്നെ ഇവിടെയുള്ള ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറയുന്നുണ്ട്. ബി.ജെ.പിയുടെ നേതാവാണ്, ജില്ലാ നേതാവ് കൂടിയാണ് ആത്മഹത്യ ചെയ്ത ഈ അനിൽകുമാർ. ആത്മഹത്യ ചെയ്ത അനിൽകുമാറിന്റെ സൊസൈറ്റിക്ക് ബി.ജെ.പിയുമായി ബന്ധമില്ലെന്ന് വാർത്ത കൊടുക്കണമെന്ന് നേരത്തെ തന്നെ ഇവിടെ എത്തിയ അപ്പോൾ തന്നെ ബി.ജെ.പിയുടെ നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു സൊസൈറ്റി കൂടിയാണിത്. റോഷിപാൽ, ഇപ്പോഴും പശ്ചാത്തലത്തിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ താഴെ നിൽക്കുന്നതും അവിടുത്തെ നാട്ടുകാരായ പ്രാദേശിക ബി.ജെ.പി. പ്രവർത്തകരെയൊക്കെയാണ് കാണുന്നത്. റോഷിപാലിന്റെ ഫ്രെയിമിലും നിലവിലത്തെ സാഹചര്യം എന്താണ്? ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചോ? സുജിയ, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും ഈ കെട്ടിടത്തിന്റെ പുറത്തേക്ക് മാറി നിൽക്കുകയാണ്. പോലീസ് നിർദ്ദേശപ്രകാരമാണ് മാറി നിന്നത്. കാരണം നമുക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ആ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാൻ ഇവിടെ സംഘടിച്ചിരിക്കുന്ന ബി.ജെ.പിയുടെ പ്രവർത്തകർ സമ്മതിക്കുന്നില്ല. കാരണം ഒരു വട്ടം ആക്രമണം നടന്നതാണ്. പ്രാദേശിക ബി.ജെ.പി. ഇത് നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് വ്യക്തമല്ല. കാരണം ജില്ലാ നേതാക്കളും സംസ്ഥാന നേതാക്കളൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. വി രാജേഷ് അടക്കമുള്ള നേതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളുമായി സംസാരിച്ചതാണ്. എന്താണ് ഈ പ്രകോപനത്തിന് കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. കാരണം ഇവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ ഒട്ടേറെ മാധ്യമപ്രവർത്തകർ, വനിതാ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുണ്ട്. അവർക്ക് നേരെ അടക്കമാണ് ആക്രമണം ഉണ്ടായത്. ക്യാമറകൾ തകർന്നിട്ടുണ്ട്. ഇതിൽ ഈ ആക്രമണത്തെ നേതൃത്വം നൽകുന്നതിന് ഈ ആളുകൾക്ക് ഇവിടെ തന്നെ പരിസരത്ത് തങ്ങി നിൽക്കുന്നുണ്ട്. എന്തായാലും നേരത്തെയൊക്കെ ബി.ജെ.പിയുടെ സംസ്ഥാന നേതാവ് കൂടിയ വി രാജേഷ് അടക്കം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരിപ്പോൾ നമ്മൾ കാണുന്നില്ല. അവർക്ക് മുന്നോട്ട് വെച്ച നിർദ്ദേശം ഈ ആത്മഹത്യക്ക് പാർട്ടിയുമായി ബന്ധമില്ല, ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സൊസൈറ്റിക്ക് പാർട്ടിയുമായി ബന്ധമില്ല എന്നാണ്. അത് വ്യക്തമല്ല. പോലീസാണ് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത്. ആത്മഹത്യ കുറിപ്പ് ഉൾപ്പെടെ പോലീസിന്റെ കൈവശം
സന്തോഷമുണ്ട്. ഏതായാലും ഈ മരണത്തിൽ വലിയ ദുരൂഹതയുണ്ട്. കാരണം BJP സംസ്ഥാന അധ്യക്ഷനെ ഉൾപ്പെടെ ഈ സൊസൈറ്റിയുടെ തകർച്ചയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ച് അനിൽകുമാർ സമീപിച്ചു എന്നാണ് നമുക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായിരിക്കാം ഒരുപക്ഷെ പ്രകോപനത്തിന് കാരണം. എന്തായാലും യാതൊരു പ്രകോപനമില്ലാതെ വലിയ ആക്രമണം നടന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് വനിതാ മാധ്യമ പ്രവർത്തകർക്ക് നേരെ അടക്കം BJP പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ പോലീസ് സ്വാഭാവികമായി അന്വേഷണം നടത്തും. പോലീസ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇവരൊക്കെ ഇവിടെ സംഘടിച്ച് നിൽക്കുന്നുണ്ട്. അവരെയെല്ലാം മാറ്റിയത് മാധ്യമപ്രവർത്തകരോട് മാറി നിൽക്കാനാണ് പറഞ്ഞത്. ഏതായാലും മാധ്യമപ്രവർത്തകരുടെ മാറി നിൽക്കുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ മുകളിൽ പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും BJPയുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാൾ കൂടിയാണ് അനിൽകുമാർ. നമുക്കറിയാം, കൗൺസിലർ ഏറ്റവും മുതിർന്ന നേതാവ്, വളരെ ഏറ്റവും മാന്യമായി ജനങ്ങളോട് ഇടപെടുന്ന വ്യക്തി കൂടിയാണ് അനിൽകുമാർ. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. പ്രദേശവാസികൾക്കും അനിൽകുമാറിന്റെ മരണം വലിയ ആഘാതം കൂടിയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കുക. കാരണം ഇന്നലെ തന്നെ നമ്മൾ മറ്റൊരു കൗൺസിലറുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകാനടക്കം TV പ്രസാദിന് ഉൾപ്പെടെ അനിൽകുമാർ ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ കൃത്യമായി ജനസേവനത്തിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുഴുവൻ സമയം അദ്ദേഹത്തിന്റെ വാർഡിൽ ഉണ്ടാകുന്ന തിരുമല മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ്. അങ്ങനെയുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. വളരെ സിമ്പിളായി ലളിതമായ ജീവിത ശൈലി കൂടിയാണ് അദ്ദേഹത്തിനുള്ളത്. അങ്ങനെ ലളിതമായ നേരത്തെ LDF-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ കോർപ്പറേഷനുകളിൽ നടക്കുന്ന ചർച്ചകളിലൊക്കെ ഇടപെട്ട് സംസാരിക്കുന്ന അനിൽകുമാറിനെ, വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ജനപ്രതിനിധി കൗൺസിലറൊക്കെയാണ് അനിൽകുമാർ. അതുകൊണ്ട് കൂടിയാണ് തിരുമല അനിൽ എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യം അവിടെ ഉയരുന്നത്. ഈ ആത്മഹത്യക്ക് ശേഷം ഇപ്പോൾ മൃതദേഹം രാവിലെയാണ് കണ്ടെത്തുന്നത്. ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എടുത്തോ? ആശുപത്രിയിലേക്ക് മാറ്റിയോ? ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടില്ല. അല്പസമയത്തിനകം പൂർത്തിയായ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ കോർപ്പറേഷനിൽ ഒരുപക്ഷെ LDF-ന് വലിയ വെല്ലുവിളിയായ ഒരു കൗൺസിലർ കൂടിയാണ്. കാരണം കോർപ്പറേഷൻ ഭരണത്തിനെതിരെ ഏറ്റവും കൂടുതൽ രൂക്ഷമായി കോർപ്പറേഷനകത്ത് സംസാരിക്കുകയും അതിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്ന കൗൺസിലറാണ്.